മലയാള സിനിമയിലെ ഗംഭീരനായിട്ടുള്ളൊരു നടനാണ് ജോജു ജോർജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ അടുത്ത് നേരെ ചൊവ്വയിൽ അദ്ദേഹം ജോണി ലൂക്കോസിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൻ്റെ 2 ഭാഗങ്ങളും ഞാൻ വളരെ കൃത്യമായി കണ്ടിരുന്നു. ആ കണ്ടതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ ജോജു ജോർജിനെ കുറിച്ച് നമ്മുടെ ഈ ചാനലിൽ 2 വീഡിയോകളാണ് ഞാൻ ചെയ്തിരുന്നത്. ഒന്ന്, ജോജു ജോർജ് യാത്ര ചെയ്യുമ്പോൾ ഒരു സമരക്കാരോട് ചീത്ത വിളിക്കുന്നതിന് ദേഷ്യപ്പെടുന്നതിൻ്റെ ഒരു വീഡിയോ കണ്ടു. അതിന് ന്യായീകരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. കാരണം ഒരു കോൺഗ്രസിൻ്റെ സമരമായിരുന്നു. ആ കോൺഗ്രസിൻ്റെ സമരം ആയതുകൊണ്ട് അദ്ദേഹം CPM കാരനായതുകൊണ്ടാണ് ചീത്ത വിളിച്ചത് എന്ന് പറഞ്ഞൊക്കെ വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. വ്യാഖ്യാനങ്ങൾ എന്തു ആയിക്കോട്ടെ, നമ്മൾ ആ സംഭവത്തെ മാത്രമാണ് എടുത്തത്. ആ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജോജു ജോർജ് അന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഓട്ടോറിക്ഷയിൽ നിൽക്കുന്ന ഒരാൾ, ആ ഓട്ടോറിക്ഷയിൽ നിൽക്കുന്ന ഒരാൾ അവർ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ആ ഹോസ്പിറ്റലിൽ പോകാൻ പോലും കഴിയാതെ, അല്ലെങ്കിൽ അത്തരത്തിൽ പോലും ഒരു വണ്ടി പോലും വിടാതെ ഹൈവേകളെല്ലാം ബ്ലോക്കാക്കിക്കൊണ്ട് വലിയ തോതിൽ സമരം ചെയ്തിരുന്നു. ഞാനും അന്ന് ആ ബ്ലോക്കിനിടക്ക് പെട്ട ഒരാളാണ്. അപ്പോൾ അതിനെതിരെ ബാക്കിയുള്ള ആളുകൾക്കൊന്നും പ്രതികരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പാവം ജോജു ഇറങ്ങി പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കുറച്ചുകൂടി പച്ചയായ മനുഷ്യനാണ്. അപ്പോൾ അതിനുശേഷം പലപ്പോഴും ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ തന്നെ ഇദ്ദേഹത്തിനെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അന്ന് അതിശക്തമായി ജോജു ജോർജിനോടൊപ്പം നിന്നുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പരസ്യമായ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. അതിനുശേഷവും നമുക്ക് ജോജു ജോർജിനോട് വലിയ തോതിലുള്ളൊരു ബഹുമാനം തോന്നുന്നത്. ആ ബഹുമാനം തോന്നിയത് വളരെ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ച് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ നിന്ന് അതിനുശേഷം സംഭാഷണമുള്ള ആർട്ടിസ്റ്റായി വന്ന് ഏറ്റവും അവസാനം സീനിയേഴ്സിലേക്കൊക്കെ വരുമ്പോൾ പോലും ആ 4 പേരിൽ ഏറ്റവും അപ്രസക്തനായിട്ടുള്ള ഒരാളായി നിന്ന് ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. കുഞ്ചാക്കോ ബോബൻ പോലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ജോജു ആണോ അപ്പോൾ 16 ടേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്ന വാചകങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യത്തിൽ ചിരിച്ചുകൊണ്ടാണ് ജോജു ജോർജ് കേട്ടതെങ്കിൽ പോലും അദ്ദേഹത്തെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പലപ്പോഴും അന്ന് തന്നെ ഓർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണല്ലോ വീണ്ടും ടേക്കുകളൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ അവരുടെ ഇടയ്ക്കുള്ള ഒരു സാധാരണ തമാശയാണ്. അതുമാത്രമല്ല, സ്വന്തമായി പടം വിജയിപ്പിക്കാൻ കഴിവുള്ള കുഞ്ചാക്കോ ബോബനെ പോലെയുള്ള നായകന്മാരൊക്കെ പറയുമ്പോൾ കേട്ട് നിൽക്കുക എന്നുള്ളതേ പാവം ജോജുവിന് ചെയ്യാൻ പറ്റും. അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കുറിച്ച് രണ്ടാമത്തൊരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദർശ് എന്ന് പറയുന്നൊരു പയ്യൻ, ആ പയ്യൻ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പണി എന്ന് പറയുന്ന പുതിയ സിനിമയെക്കുറിച്ച്. ആ പണി എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ജോജു ജോർജ് ഒരു 150-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, 10 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള സിനിമയല്ല പണി. കാരണം പണി അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തൊരു സിനിമയാണ്. ആ പണി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടപ്പോൾ ആദർശ് ഉയർത്തിയിട്ടുള്ള ആ വിമർശനത്തോടെ എനിക്കൊരു യോജിപ്പില്ല. കാരണം ആ പടത്തിൻ്റെ ഏറ്റവും വലിയ ക്രക്സ് എന്ന് പറയുന്ന ആ റേപ്പ് സീനാണ്. ആ റേപ്പ് സീൻ ചെയ്യുന്നത് കണ്ട് അത് കാണുന്ന പ്രേക്ഷകർക്ക് വലിയ തോതിലുള്ള വൈരാഗ്യവും വിരോധവും ഒക്കെ അതിലുള്ള വില്ലന്മാരോട് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകണമെന്ന് വിചാരിച്ച് തന്നെയാണ് അത് അത്രയും കൃത്യമായി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ജോജ് ചെയ്തത് നല്ലത് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം അത് പലപ്പോഴും ആ വില്ലന്മാരെ കൊന്നുകളയുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് കൂടിയുണ്ട്. ആ ക്ലൈമാക്സ് അവരെ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പ്രേക്ഷകനെ എത്തിക്കുന്ന ഒരു ലെവലിലേക്കാണ് ആ ക്ലൈമാക്സ് പോയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്ലൈമാക്സും ഒക്കെ എടുത്ത് പടം നന്നായി വിജയിച്ചൊരു സിനിമയാണ്. ആ സിനിമയെക്കുറിച്ച് ഒരു വിമർശനം ഈ പറയുന്ന ആദർശ് എന്ന് പറയുന്ന ഒരു പയ്യൻ എഴുതിയിട്ടു. അവൻ വെറും പയ്യനല്ല, നേരത്തെ റിപ്പോർട്ടർ ചാനലൊക്കെ ട്രെയിനിയായി വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അതിനുശേഷം മറ്റു പല ജോലികളും ചെയ്തിരുന്ന ഒരാളാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോൺഗ്രസിനോട് വളരെ അനുഭവം ഉണ്ടായിരുന്ന മീഡിയാസിലടക്കം പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എബിൻ വർക്കിയെ പോലെയുള്ള ആളുകൾ ആദർശിനെ ഒരു ചുക്കും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടേക്കുന്നതൊക്കെ ഞാൻ കണ്ടു FB പോസ്റ്റിൽ ആദർശിന് അനുകൂലമായി. ആദർശിനോട് വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നെ കണ്ടാൽ നീ മുള്ളിപ്പോകും എന്നൊക്കെ ജോജു പറഞ്ഞ അങ്ങേറ്റത്തെ തെറ്റ് തന്നെയാണ്. ആ കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. എൻ്റെ നിലപാടിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ജോജുവിൻ്റെ നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നു. അതിനധികം അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ വയ്യ. ജോജു പറഞ്ഞിട്ടുള്ളത് അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരായി ഞാൻ വിളിച്ച വിളിയല്ല, അങ്ങനെ ഒരാളെ വിളിച്ച് ഞാൻ ഒരിക്കലും ഭീഷണിപ്പെടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും കാര്യം വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് യഥാർത്ഥത്തിൽ ഈ ആദർശ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധത്തിലേക്ക് പാവം ജോജു എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് അത് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം ഒരു റേപ്പ് സീൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ബൗദ്ധിക തലത്തിലുള്ള വിമർശനമാണ് കൃത്യമായിട്ട് ഈ ആദർശ് നടത്തിയത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ മാത്രമായി കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പം കസബ എന്ന് പറയുന്ന ഒരു സിനിമയിൽ
ഒരു പോലീസ് ഉദ്യോഗസ്ഥയോട് മമ്മൂട്ടിയുടെ പോലീസുകാരെ പെരുമാറുന്നത് മോശമല്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ പെരുമാറുന്ന മോശമായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്യാരക്ടറുകളായി സിനിമയിൽ വരും. ആ സിനിമയിൽ വരുന്ന ക്യാരക്ടറാണ്. മമ്മൂട്ടിയല്ല അഭിനയിക്കുന്നത്, മമ്മൂട്ടിയുടെ കഥാപാത്രമാണ്. അത് എഴുതി വെച്ച ആൾ പറയാൻ പറഞ്ഞാൽ മമ്മൂട്ടി പറയണം, അല്ലാതെ മമ്മൂട്ടി ഒരിക്കലും അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, അതുകൊണ്ട് അങ്ങനെ പറയില്ല എന്നുള്ളൊരു നിലപാടൊന്നും എടുക്കാൻ പറ്റില്ല. അതൊക്കെ വെറും മണ്ടത്തരമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും സിനിമയിൽ എത്രത്തോളം നോക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളതിൽ എനിക്ക് വിയോജിപ്പുണ്ട്, വിരുദ്ധാഭിപ്രായമുണ്ട്. അപ്പോൾ അത് ജോജുവിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ ജോജു പറയുന്ന ഒരു കാര്യം, അതിൽ അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ തന്നെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സ് പോലും അദ്ദേഹത്തെ വിളിച്ച് വഴക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇത്ര വലിയ സംഭവമായി പോയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം, ഈ ജോസഫ് എന്ന് പറയുന്ന സിനിമ വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം പല വിവിധ ആളുകളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് വളരെ സന്തോഷമായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ജോസഫിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു തലം മാറുകയും പലപ്പോഴും സിനിമയുടെ വിജയവും പരാജയവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചുമലിലേക്ക് വരികയും അതിൻ്റെ പല പ്രഷറുകളും സമ്മർദ്ദങ്ങളും ഒക്കെ വരികയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തപ്പോൾ പലപ്പോഴും അത് ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ പോലും ഞാൻ അത്ര വലിയ സംഭവമായോ, ഇതൊക്കെ വലിയ വാർത്തകളായി വരാൻ എന്നുള്ള ാണ് ജോജു അതിനെ കാണുന്നത്. അതുപോലും ജോജുവിൻ്റെ ഒരു കാപട്യമില്ലായ്മയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങളറിയേണ്ടത്, ശ്രീനിവാസനെ വിളിച്ച് ആൻ്റണി പെരുമ്പാവൂർ ചീത്ത പറഞ്ഞ സംഭവമൊക്കെ നിങ്ങൾക്കറിയാം. ശ്രീനിവാസൻ ചില സിനിമകളിൽ മോഹൻലാലിനെ കളിയാക്കിയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ മോഹൻലാലിനൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നു, അതുകൊണ്ട് മോഹൻലാൽ വിളിച്ചില്ല, പകരം ആൻ്റണി പെരുമ്പാവൂരിനെ കൊണ്ടാണ് വിളിപ്പിച്ചത്. ആൻ്റണി പെരുമ്പാവൂർ വിളിച്ചാൽ ഇത്രയ്ക്കുള്ള പ്രശ്നമാകൂ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. അപ്പോൾ ജോജുവിനും വേണമെങ്കിൽ ജോജുവിൻ്റെ സഹായികൾ ആരെ കൊണ്ടെങ്കിലും വേണമെങ്കിൽ ആദർശിന് വിളിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കാം. പക്ഷെ അതൊന്നും ജോജു ചെയ്തില്ല. ജോജു സ്വന്തം കാര്യം പറയുകയാണ് ചെയ്തത്. പക്ഷെ അതിൽ ജോജുവിൻ്റെ മറ്റേ നേരിൽ കണ്ടാൽ ആദർശം ഉള്ളിപ്പോകുമെന്നൊക്കെയുള്ള അഭിപ്രായം അങ്ങേയറ്റം അനുചിതമായിട്ടുള്ള വെറും വിവരം കെട്ട അഭിപ്രായമാണ് ജോജു. അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ജോജു അത് മനസ്സിലാക്കണം, അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇനി ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടക്കാനാണ് തീരുമാനമെന്ന് അറിയുന്നു. എന്തായാലും വലിയ സന്തോഷം. പക്ഷേ ജോജുവിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ജോജു ഈ ബാക്കിയുള്ള നടന്മാരെക്കാളൊക്കെ കുറേ കൂടി മാന്യനായ ഒരാളാണ്. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം നടൻ സിദ്ദിഖാണെങ്കിലും മോഹൻലാലാണെങ്കിലും ബാക്കിയുള്ള ആളുകളൊക്കെ ആണെങ്കിലും അവരൊക്കെ അവരുടെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വേണമെങ്കിൽ ക്ലീനപ്പ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടും തെറ്റായ ഒരുപാട് പ്രവണതകളുണ്ടായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടൊക്കെ ബണ്ണ് കടിച്ചു പിടിച്ച് ഉണ്ടംപൊരി വായിൽ തിരികെ വെച്ച് മിണ്ടാതിരിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് അവരുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ ജോജു ഇപ്പോഴും മഹാനായിട്ടുള്ളൊരു മനുഷ്യനാണ്, അതിനകത്ത് ഒരു സംശയമില്ല. പിന്നെ ജോജുവിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, താങ്കൾ ഈ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് കുറേ വലിയ തോതിൽ ആവലാതിപ്പെടേണ്ട കാര്യമില്ല. താങ്കൾക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റ് പറ്റിയെങ്കിൽ താങ്കൾ അതിൽ ക്ഷമ ചോദിക്കുന്നു, ഞാനത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രശ്നം തീരും. യഥാർത്ഥത്തിൽ താങ്കൾ ചെയ്യേണ്ട മഹത്തരമായൊരു കാര്യം കൂടിയുണ്ട്. അത് ആദർശിനെ വിളിച്ചുകൊണ്ട് ഇനിയും നിങ്ങൾ റിവ്യൂസൊക്കെ എഴുതണം. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് എഴുതണം, മോശമാണെങ്കിൽ മോശമാണെന്ന് എഴുതണം. ഞാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റു പല സമ്മർദ്ദങ്ങളുടെ ഇടക്ക് ഞാൻ കുറച്ചുകൂടി മോശമായി എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, സോറി എന്നൊരു വാക്കുകൂടി പറഞ്ഞാൽ താങ്കളുടെ മഹത്വം കൂടുതലായിട്ട് ഉയരും. ഒന്ന്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇതൊന്നും ബോധർ ചെയ്യാതെ താങ്കൾ നല്ല സിനിമകൾ എടുക്കണം, നല്ല സിനിമകളിൽ അഭിനയിക്കണം, അങ്ങനെ കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോകണം. ഒരു കാര്യം കൂടി ജോജുവിന് മനസ്സിലാക്കണം, ഏത് ആൾ വിചാരിച്ചാലും, പിന്നെ രതീഷ് ചക്രപാണി വിചാരിച്ചാലും ഇനി അശ്വന്ത് കോക്ക് വിചാരിച്ചാലും ഏതാൾ വിചാരിച്ചാലും ശരി, ജനത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമ മോശമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും എഴുതിയാലും മൈൻഡ് ചെയ്യേണ്ടതില്ല. നല്ല സിനിമയൊന്നും അങ്ങനെ താറടിച്ച് കാണിക്കാനൊന്നും പറ്റില്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ജനം അംഗീകരിക്കുന്ന ഒരു സമയം വരും. അതുകൊണ്ട് ഈ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തൊന്നും ബോധർ ചെയ്ത് സമയം കളയേണ്ട. താങ്കളിൽ നിന്ന് കുറേ കൂടി നല്ല സിനിമകളും നല്ല വലിയ സിനിമകളും അതുപോലെ തന്നെ അഭിനയവും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്കൾ എടുത്തിട്ടുള്ള സിനിമ ഒരു കൊമേഴ്സ്യലി ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ്. അതുപോലെയുള്ള സിനിമകളൊക്കെ താങ്കൾ എടുത്താൽ നല്ലതാണ്. താങ്കൾക്കത് നഷ്ടമായിരിക്കുമെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അതിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും താങ്കൾ അഭിനയിക്കുന്നതായിരിക്കും താങ്കൾക്ക് സാമ്പത്തികമായി ലാഭം. എന്താണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. മറ്റതൊക്കെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ജഗതി ശ്രീകുമാറിനെതിരെ തന്നെ വലിയൊരു ആരോപണം വന്നിരുന്നു. വലിയൊരു കുറ്റം അദ്ദേഹം ചെയ്തിട്ടുണ്ടാകാം എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അഭിനയവും സ്വന്തം ജോലിയും അത്രയും പെർഫെക്റ്റായി നോക്കിയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വേറെ കുഴപ്പമൊന്നും സംഭവിച്ചില്ല. യഥാർത്ഥത്തിൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ പോലും നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റാരെങ്കിലുമൊക്കെ വിമർശിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ദൈവമേ അതിനൊക്കെ വലിയ പ്രശ്നമാകുമല്ലോ, അപ്പോൾ നമ്മുടെ ഉപജീവന മാർഗ്ഗം തന്നെ മുട്ടിപ്പോകുമല്ലോ എന്നൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരർത്ഥമില്ല.
നമ്മളുടെ കയ്യിൽ മിടുക്കുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, നമ്മൾ തീർച്ചയായും മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചാൽ ആ മിടുക്കിനെയും കഴിവിനെയും ഒക്കെ ആളുകൾ അംഗീകരിക്കും. പക്ഷെ ആസ് എ പേഴ്സൺ നമുക്ക് കുറച്ചുകൂടി വില കിട്ടണമെങ്കിൽ നമ്മൾ മറ്റു പല ഔന്നത്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഔന്നത്യങ്ങളിൽ ജോജു തെറ്റ് തിരുത്തുകയും ആദർശിനോട് ഒരുപക്ഷെ പൊതുവായി തന്നെ പബ്ലിക്കായി, താങ്കൾ നേരിട്ട് വിളിച്ചൊന്നും പറയണമെന്നില്ല, ഒരു വരി കുറിപ്പെങ്കിലും എഴുതും എന്നുകൂടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ താങ്കൾ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള നല്ല മനുഷ്യരെ തീരട്ടെ. തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ല ജോജു. തെറ്റുപറ്റിയാൽ തിരുത്തുക എന്നുള്ളതാണ്. അതിന് ഒരു വിഷമവുമായി താങ്കൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ട. പിന്നെ താങ്കൾ ചെയ്യുന്ന തെറ്റിൻ്റെ എല്ലാ ഭാരവും തലവേദനയും ഒന്നും കുടുംബവും ഏറ്റെടുക്കേണ്ട എന്ന് താങ്കളുടെ മകളോടും അതുപോലെ ഭാര്യയോടും ഒക്കെ പറയണം. കാരണം അവരൊന്നും ഇതിൽ ബാധിക്കുന്ന ആളുകളല്ല. ഇപ്പം നാളെ ഒരാൾ മറ്റൊരാളോട് ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ, തെറി പറഞ്ഞാൽ അത് അയാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അല്ലാതെ ആ ഫാമിലിയൊന്നും വലിയ തോതിൽ ബാധിക്കേണ്ട കാര്യമല്ല. പക്ഷെ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കൾ ഗംഭീരനായ ഒരു നടനായതുകൊണ്ടും താങ്കളെടുത്ത സിനിമ വിജയമായതുകൊണ്ടും താങ്കളിൽ നിന്ന് സമൂഹം വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതും കൊണ്ടുകൂടിയാണ് ഇതെല്ലാം ഇത്ര വലിയ വാർത്തയാകുന്നത് എന്നെങ്കിലും താങ്കൾ മനസ്സിലാക്കുക. ഇനിയുള്ള പെരുമാറ്റങ്ങളിൽ അതിൻ്റെ ഉത്തരവാദിത്വവും കാണിക്കാൻ താങ്കൾ തയ്യാറാവുക എന്നുള്ളത് വിനീതമായി സ്നേഹത്തോടു കൂടി അപേക്ഷിക്കുന്നു. തീർച്ചയായും താങ്കളുടെ ജീവിതത്തിന് എല്ലാ ഭാവുകങ്ങളും.